It is bad to. How can we use it? Welcome to the new class. ഇത് മോശമാണ് എന്ന രീതിയിലാണ് ഇറ്റ് ഈസ് ബാഡ് ടു എന്ന സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിക്കുന്നത്. പൊതുവായ സത്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഈ സെൻറ്റൻസ് പാറ്റേൺ നമ്മെ സഹായിക്കുന്നു. ലൈങ് ഈസ് ബാഡ്. ഇറ്റ് ഈസ് ബാഡ് ടു ലൈ. നുണ പറയുന്നത് മോശമാണ് എന്നാണ് രണ്ടിൻ്റെയും അർത്ഥം. ഇറ്റ് ഈസ് ബാഡ് ടു സ്മോക്ക്. പുകവലിക്കുന്നത് മോശമാണ് എന്നാണ്. ഇറ്റ് ഈസ് ബാഡ് ടു ബ്ലെയിം സമൺ എൽസ്. മറ്റൊരാളുടെ കുറ്റം പറയുന്നത് മോശമാണ്. ഇവിടെ ബ്ലെയിം എന്ന് പറയുമ്പോൾ കുറ്റപ്പെടുത്തുക എന്ന അർത്ഥമാണ്. നമ്മൾ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് ഉപയോഗിക്കുന്നത്. കൂട്ടത്തിൽ നമ്മുടെ വൊക്കാബുലറി വാക്കുകളുടെ സമ്പത്ത് കൂടി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക. ഇറ്റ് ഈസ് ബാഡ് ടു ഓവർ ഇറ്റ് എന്ന് വെച്ചാൽ അമിതമായ ഭക്ഷണം കഴിക്കുന്നത് മോശമാണ്. ഓവർ ഇറ്റ് എന്ന് പറയുമ്പോൾ അമിതമായ ഭക്ഷണം എന്ന അർത്ഥമാണ്. ഇറ്റ് ഈസ് ബാഡ് ടു ഗോസിപ്പ് അബൌട്ട് സമൺ എൽസ്. മറ്റൊരാളെക്കുറിച്ച് ഏഷണി പറയുന്നത് വളരെ മോശമായ കാര്യമാണ് എന്നാണ്. ഇവിടെ സമൺ എൽസ് എന്ന് പറയുമ്പോൾ മറ്റാരോ മറ്റൊരാൾ എന്നൊക്കെയാണ്. അതുപോലെ ഇറ്റ് ഈസ് ബാഡ് ടു ട്രീറ്റ് സംബഡി. മറ്റൊരാളോട് മോശമായി പെരുമാറുന്നത് വളരെ മോശമാണ്. ഇറ്റ്സ് ബാഡ് ടു സേ തിങ്സ് യു ഡു നോട്ട് ഹാവ്. നിങ്ങൾക്ക് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് വളരെ മോശമാണ്. ചിലരുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കും. അത്തരം കാര്യങ്ങൾ വളരെ മോശമാണ്. ഇറ്റ് ഈസ് ബാഡ് ടു സ്പെൻഡ് മോർ മണി ദാൻ യു ഹാവ്. അതായത് നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ പണം ചെലവഴിക്കുന്നത് വളരെ മോശമാണ്. അതായത് വരവിൽ കവിഞ്ഞ ചെലവ് ചെയ്യുന്നത് വളരെ മോശമാണ്. ചിലർ അങ്ങനെ ചെയ്യാറുണ്ട് അല്ലേ? അങ്ങനെ ചെയ്യുന്നത് മോശമാണ്. ഒരു സെൻറ്റൻസ് കൂടി. ഇറ്റ് ഈസ് ബാഡ് ടു ട്രീറ്റ് പേരൻസ് ബാഡ്ലി എന്ന് വെച്ചാൽ എന്താണ്? മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. അതായത് ഇറ്റ് ഈസ് ബാഡ് ടു, ഇത് മോശമാണ് എന്ന സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമറിൻ്റെ ടെൻഷനില്ലാതെ നമ്മൾ 10 സെൻറ്റൻസുകളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ബാഡ് ടു എന്നതിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം അതായത് V1 ഉപയോഗിക്കുക എന്നത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് ഈസ് ബാഡ് ടു എന്ന സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് ഇനിയും നമുക്ക് രസകരമായ ഒത്തിരി കാര്യങ്ങൾ പറയാനും പഠിക്കാനുമുണ്ട്. നമുക്കതൊക്കെ പഠിക്കാം. അതിനു മുമ്പ് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇറ്റ് ഈസ് ബാഡ് ടു എന്നത് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചെയ്യുന്നത് മോശമാണ് എന്ന് പറയാനാണ്. എന്നാൽ ഇറ്റ് ഈസ് ബാഡ് നോട്ട് ടു ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് മോശമാണ് എന്ന് പറയാനാണ്. ഇറ്റ്സ് ബാഡ് നോട്ട് ടു സ്ലീപ്പ് വെൽ. നന്നായി ഉറങ്ങാതിരിക്കുന്നത് മോശമാണ്. ഈ സെൻറ്റൻസിനെ നമുക്ക് അല്പം കൂടി ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ സംസാരിക്കാൻ കഴിയും? ഇറ്റ് ഈസ് ബാഡ് നോട്ട് ടു സ്ലീപ്പ് വെൽ ഫോർ യുവർ ഹെൽത്ത് എന്ന് പറയാം. അതായത് നിങ്ങളുടെ ആരോഗ്യത്തിന് നന്നായി ഉറങ്ങാതിരിക്കുന്നത് മോശമാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ബാഡ് നോട്ട് ടു ട്രൈ യുവർ ബെസ്റ്റ്. അതായത് നിങ്ങളുടെ പരമാവധി ശ്രമിക്കാതിരിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. അതായത് ഒരു കാര്യം ചെയ്യാതിരിക്കുന്നത് മോശമാണ് എന്ന് പറയാൻ നമുക്ക് ഇറ്റ് ഈസ് ബാഡ് നോട്ട് ടു എന്ന സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ബാഡ് നോട്ട് ടു ബി ഹോണസ്റ്റ് എന്ന് വെച്ചാൽ സത്യസന്ധത പുലർത്താതിരിക്കുന്നത് മോശമാണ്. നമ്മളെപ്പോഴും സത്യമുള്ളവരായിരിക്കണം എന്നാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ബാഡ് നോട്ട് ടു കോപ്പറേറ്റ് വിത്ത് ദ നെയ്ബേഴ്സ്. അയൽക്കാരുമായി സഹകരിക്കാതിരിക്കുന്നത് മോശമാണ്. അതായത് അയൽക്കാരുമായി എപ്പോഴും നല്ല ബന്ധം പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ബാഡ് നോട്ട് ടു കോപ്പറേറ്റ് വിത്ത് ദ നെയ്ബേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ബാഡ് നോട്ട് ടു അറൈവ് ഓൺ ടൈം എന്ന് വെച്ചാൽ കൃത്യസമയത്ത് എത്താതിരിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഓൺ ടൈം എന്ന് പറയുമ്പോൾ സമയത്ത് എന്ന അർത്ഥമാണ്. ഇറ്റ് ഈസ് ബാഡ് നോട്ട് ടു പേ ബാക്ക് ഓൺ ടൈം എന്ന് വെച്ചാൽ കൃത്യസമയത്ത് പണം തിരികെ കൊടുക്കാതിരിക്കുന്നത് വളരെ മോശമായ ഒരു സ്വഭാവമാണ്. ഇറ്റ്സ് ബാഡ് നോട്ട് ടു സേ പ്ലീസ് ആൻഡ് താങ്ക് യു. പ്ലീസ് എന്നും താങ്ക് യു എന്നും പറയാതിരിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ് എന്നാണ്. നെക്സ്റ്റ്, ഇറ്റ്സ് ബാഡ് നോട്ട് ടു കീപ്പ് യുവർ വേർഡ്സ്. നിങ്ങൾ വാക്ക് കൊടുത്തിട്ട് വാക്ക് പാലിക്കാതിരിക്കുന്നത് വളരെ മോശമായ ഒരു സ്വഭാവമാണ്. അതായത് ഇത് ചെയ്യുന്നത് മോശമാണ് എന്ന് പറയാൻ ഇറ്റ്സ് ബാഡ് ടു പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം അതായത് V1 ഫോം ഉപയോഗിക്കാം. എന്നാൽ ഇത് ചെയ്യാതിരിക്കുന്നത് മോശമാണ് എന്ന് പറയാൻ ഇറ്റ് ഈസ് ബാഡ് നോട്ട് ടു പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം V1 ഫോം ഉപയോഗിക്കാം. നമുക്ക് ഇവിടെ ഗ്രാമറിനെ കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ സെൻറ്റൻസ് പാറ്റേണിൻ്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കുക എന്നത് മാത്രമാണ്. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി പഠിക്കാം. നമ്മളിപ്പോൾ പഠിച്ചത് ഇറ്റ് ഈസ് ബാഡ് നോട്ട് ടു ചെയ്യാതിരിക്കുന്നത് മോശമാണ് എന്ന സെൻറ്റൻസ് പാറ്റേൺ ആണ്. എന്നാൽ ഇറ്റ് ഈസ് നോട്ട് ബാഡ് ടു എന്ന സെൻറ്റൻസ് പാറ്റേൺ എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ഇത് മോശമല്ല എന്ന രീതിയിലാണ് ഇറ്റ് ഈസ് നോട്ട് ബാഡ് ടു എന്ന സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിക്കുന്നത്. അതായത് ഇങ്ങനെ ചെയ്യുന്നത് മോശമല്ല എന്ന രീതിയിലാണ് ഇറ്റ് ഈസ് ബാഡ് നോട്ട് ടു പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം അതായത് V1. ഇറ്റ് ഈസ് ബാഡ് ടു ഡ്രിങ്ക് 1 cup of tea a day. അതായത് ഒരു ദിവസം 1 കപ്പ് ചായ കുടിക്കുന്നത് അത്ര മോശമൊന്നുമല്ല. അതായത് 1 കപ്പ് ചായ ഒക്കെ കുടിക്കാം, അത് കൂടുതൽ കഴിക്കരുത് എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ ചെയ്യുന്നത് മോശമല്ല എന്ന രീതിയിലാണ് ഈ സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിക്കുന്നത്. It's not bad to tell some lies at some point.
അതായത് ചില സമയത്ത് ചില കള്ളങ്ങൾ പറയുന്നത് അത്ര മോശമൊന്നുമല്ല. സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് ചില കള്ളങ്ങളൊക്കെ പറയും. എന്ന് വെച്ചാൽ എപ്പോഴും കള്ളം പറയണമെന്നല്ല അതിനർത്ഥം. ഇനി സംടൈംസ് ഇറ്റ്സ് നോട്ട് ബാഡ് ടു ബി ആംഗ്രി വിത്ത് ചിൽഡ്രൻ. അതായത് ചില സമയത്ത് കുട്ടികളോട് ദേഷ്യപ്പെടുന്നത് മോശമല്ല. അതായത് അവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചിലപ്പം ചില കാര്യങ്ങൾ ദേഷ്യപ്പെട്ട് പറയേണ്ടി വരും. അതത്ര മോശമൊന്നുമല്ല എന്നാണ് പറയുന്നത്. സംടൈംസ് ഇറ്റ്സ് നോട്ട് ബാഡ് ടു ബി ആംഗ്രി വിത്ത് ചിൽഡ്രൻ. ഇറ്റ് ഈസ് നോട്ട് ബാഡ് ടു ഡ്രിങ്ക് എ ലിറ്റിൽ വൈൻ ഒക്കേഷണലി. അതായത് ഇടയ്ക്ക് അല്പം വീഞ്ഞൊക്കെ കുടിക്കുന്നത് മോശമൊന്നുമല്ല. എന്ന് വെച്ചാൽ കുടിച്ചെന്നും അറിയാനല്ല പറഞ്ഞത്, ഇടയ്ക്കൊക്കെ ഒന്ന് കഴിക്കാം എന്ന രീതിയിലാണ്. ഇറ്റ് ഈസ് നോട്ട് ബാഡ് ടു ഫാൾ ഇൻ ലവ് വിത്ത് സമ്മൺ. അതായത് ഒരാളുമായിട്ട് പ്രണയത്തിലാകുന്നത് അത്ര മോശമൊന്നുമല്ല. അങ്ങനെ ഒന്ന് പ്രണയിച്ചു എന്ന് കരുതി അതൊന്നൊരു തെറ്റല്ല എന്ന ഒരു അർത്ഥത്തിലാണ് ഇത് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ബാഡ് ടു ഫാൾ ഇൻ ലവ് വിത്ത് സമ്മൺ. അപ്പോൾ ഒരു കാര്യം മോശമല്ല എന്ന് പറയാനായിട്ട് ഇറ്റ് ഈസ് നോട്ട് ബാഡ് ടു എന്ന സെൻറ്റൻസ് പാറ്റേൺ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു വ്യക്തിയെക്കുറിച്ച്, ഒരു നൗണിനെ കുറിച്ച് പറയാൻ ഈ സെൻറ്റൻസ് പാറ്റേൺ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പരിശോധിക്കാം. അതായത് ഇറ്റ്സ് ബാഡ് ഫോർ ചിൽഡ്രൻ ടു ഡിസൊബേ. അതായത് കുട്ടികൾ അനുസരിക്കാതിരിക്കുന്നത് മോശമാണ്. കുട്ടികളിലെ അനുസരണാശീലം വളർത്തിയെടുക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. അത് ഇല്ലാതിരിക്കുന്നത് മോശമാണ്. ഇവിടെ ചിൽഡ്രൻ എന്ന നൗണിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് ഈ സെൻറ്റൻസ് പാറ്റേൺ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സെൻറ്റൻസ് പാറ്റേണിൻ്റെ ഫോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബാഡിന് ശേഷം ഒരു ഫോർ ഉപയോഗിക്കുന്നു. അതിനുശേഷം ആരെക്കുറിച്ചാണോ പറയുന്നത്, ഒരു നൗണിന് ശേഷം ടുവിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം, അതായത് V1 ഫോം. അടുത്ത ഒരു ഉദാഹരണം, ഇറ്റ് ഈസ് ബാഡ് ഫോർ പീപ്പിൾ ടു യൂസ് ദെയർ സ്മാർട്ട് ഫോൺ ടു മച്ച്. അതായത് ആളുകൾ സ്മാർട്ട് ഫോണുകൾ വളരെയധികം ഉപയോഗിക്കുന്നത് വളരെ മോശമായ ഒരു കാര്യമാണ്. ഇവിടെ പീപ്പിൾ എന്ന നൗണിനെ സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ബാഡ് ഫോർ ചിൽഡ്രൻ ടു സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ മൊബൈൽ. അതായത് കുട്ടികൾ മൊബൈലിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മോശമാണ് എന്ന അർത്ഥമാണ്. ഇവിടെ ചിൽഡ്രൻ എന്ന നൗണിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് ഊന്നി പറഞ്ഞിരിക്കുകയാണ്. ഇതേ കാര്യം തന്നെ നമുക്ക് നെഗറ്റീവായിട്ടും പറയാം. അതായത് ഇറ്റ് ഈസ് നോട്ട് ബാഡ് ഫോർ ചിൽഡ്രൻ ടു സ്പെൻഡ് എ ലിറ്റിൽ ടൈം ഓൺ മൊബൈൽ. അതായത് കുട്ടികൾ അല്പസമയമൊക്കെ മൊബൈൽ ഉപയോഗിക്കുന്നത് അത്ര മോശമായ കാര്യമല്ല. കുട്ടികൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചിരിക്കണം എന്ന അർത്ഥത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത്, ഇറ്റ് ഈസ് ബാഡ് ഫോർ us നോട്ട് ടു ഡു തിങ്സ് ഓൺ ടൈം. ജോലികൾ കൃത്യസമയത്ത് ചെയ്യാതിരിക്കുന്നത് നമുക്ക് മോശമാണ്. ഇവിടെ അസ് എന്ന നൗണിനെയാണ് എംഫസൈസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ബാഡ് ഫോർ us നോട്ട് ലേൺ ദ ലെസൺസ് ഓഫ് ദ ഡേ. അതായത് അതാത് ദിവസങ്ങളിലെ കാര്യങ്ങൾ പഠിക്കാതിരിക്കുന്നത് നമുക്ക് വളരെ മോശമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇറ്റ് ഈസ് ബാഡ് ടു എന്ന സെൻറ്റൻസ് പാറ്റേൺ ഉപയോഗിച്ചുകൊണ്ട് നിരവധി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ കഴിയുമെന്ന് മനസ്സിലായല്ലോ. അതായത് ഇറ്റ് ഈസ് ബാഡ് ടു എന്നത് ഇത് മോശമാണ് എന്ന അർത്ഥത്തിലും, അതുപോലെ ഇറ്റ് ഈസ് ബാഡ് നോട്ട് ടു എന്നത് ഇങ്ങനെ ചെയ്യാതിരിക്കുന്നത് മോശമാണ് എന്ന അർത്ഥത്തിലും, അതുപോലെ ഇറ്റ് ഈസ് നോട്ട് ബാഡ് ടു ഇത് മോശമല്ല, ഇങ്ങനെ ചെയ്യുന്നത് മോശമല്ല എന്ന അർത്ഥത്തിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ഇറ്റ് ഈസ് ബാഡ് ഫോർ എന്നത് ഒരു വ്യക്തിയെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ള പോപ്പുലർ സെൻറ്റൻസ് പാറ്റേണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഗ്രാമറിൻ്റെ ടെൻഷനില്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, കൂടാതെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.